അതായത് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് 5 വിഷയങ്ങൾ എടുത്ത് കൺകറന്റ് ലിസ്റ്റിൽ വെച്ചു. കാരണം എന്താ, ഓരോ സംസ്ഥാനത്തെയും ജനങ്ങൾ അവരുടെ ജീവിത രീതി ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പൊ അത് യൂണിയൻ ലിസ്റ്റിൽ പെടുത്താൻ പറ്റില്ല. ഓരോ സംസ്ഥാനങ്ങളും തന്നെ പാർലമെന്റിന്റെ ഈ ലാസ്റ്റ് പറഞ്ഞ ഈ ഒരു അധികാരത്തെയാണ് അവശിഷ്ട അധികാരം അഥവാ റെസിഡ്യൂറി പവേഴ്സ്. നമസ്കാരം, എൻട്രിയുടെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിൽ ഇന്ത്യൻ ഭരണഘടനയിലെ ലിസ്റ്റുകൾ എന്ന് പറഞ്ഞ ടോപ്പിക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. വളരെ ചെറിയൊരു ടോപ്പിക്കാണ്. കൃത്യമായി മനസ്സിലാക്കിയാൽ ഈ ഭാഗത്തുനിന്നുള്ള ഏത് ചോദ്യങ്ങളും നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാവുന്നതാണ്. എന്താണ് ലിസ്റ്റുകൾ? യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ് എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. അപ്പൊ നമുക്കിത് ഓരോന്നും എന്താണെന്ന് മനസ്സിലാക്കാം. ലിസ്റ്റുകളെ പറ്റി പ്രതിപാദിക്കുന്ന ഭരണഘടനയുടെ ഭാഗം ഏതാന്ന് ചോദിച്ചാൽ ഭാഗം 7 പാർട്ട് 1, പാർട്ട് 2 നമ്മൾ പഠിക്കാറുണ്ടല്ലേ. മൗലിക അവകാശങ്ങൾ പാർട്ട് 3, പാർട്ട് 4 നിർദ്ദേശക തത്വങ്ങൾ, പാർട്ട് 4A മൗലിക കടമകൾ, പാർട്ട് 2 പൗരത്വം. അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില കാര്യങ്ങളുടെ പാർട്ട് നമ്മൾ പഠിച്ചിരിക്കണം. ലിസ്റ്റുകളെ പറ്റി പ്രതിപാദിക്കുന്നത് ഭാഗം 7 അനുച്ഛേദം 246. അപ്പൊ ലിസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ 2, 4, 6 അല്ലെ. 2+4 6 246. ഓർത്ത് വെച്ചോട്ടോ. ലിസ്റ്റ് ആണ് 2, 4, 6. അതൊരു ലിസ്റ്റ് ആണ് അല്ലെ. നമ്മൾ പറയുമ്പോൾ നമ്മൾ എന്താ പറയാ, ഇരട്ട സംഖ്യകൾ നമ്മളുടെ ഓർഡറിൽ പറഞ്ഞ 2, 4, 6 എന്ന് പറയുന്ന പോലെ ഒരു ലിസ്റ്റ് ആണ്. അപ്പൊ ലിസ്റ്റുകൾ നിങ്ങൾക്ക് ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ലിസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? 246. ഭാഗം 7 246 ആർട്ടിക്കിൾ ലിസ്റ്റുകളെ പറ്റി പ്രതിപാദിക്കുന്നു. 3 ലിസ്റ്റുകളാണ് ഉള്ളത്. യൂണിയൻ ലിസ്റ്റ്, ലിസ്റ്റ് 1, സ്റ്റേറ്റ് ലിസ്റ്റ്, ലിസ്റ്റ് 2, കൺകറന്റ് ലിസ്റ്റ്, ലിസ്റ്റ് 3. ഇങ്ങനെ 3 ലിസ്റ്റുകളെ തരം തിരിച്ചിട്ടുണ്ട്. ഓക്കെ, യൂണിയൻ ലിസ്റ്റ്, ആ പേരിൽ യൂണിയൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് ഊഹിക്കാം ഇത് എന്താണെന്ന് അല്ലെ. യൂണിയൻ ലിസ്റ്റില് പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങളിൽ നിയമം നിർമ്മിക്കാനായിട്ടുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിനാണ്. യൂണിയൻ ലിസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ആ ലിസ്റ്റിൽ എന്തൊക്കെ വിഷയങ്ങളാണ് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്, ആ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നിയമങ്ങൾ അത് നിർമ്മിക്കാനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിനാണ്. പാർലമെന്റിന് മാത്രമാണ്. ഓക്കെ, ഇനി സ്റ്റേറ്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ അതിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം ആർക്കാണ്? സ്റ്റേറ്റിനാണ്, സംസ്ഥാനങ്ങൾക്കാണ്. അത് അവർക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. ഈ ലിസ്റ്റിലുള്ള കാര്യങ്ങളുടെ എല്ലാം നിയമം സംസ്ഥാനങ്ങൾ നിർമ്മിച്ചോളൂ എന്ന് പറഞ്ഞിട്ട് സംസ്ഥാനങ്ങൾക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ്. കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോഴോ, യൂണിയൻ ലിസ്റ്റിലെ കാര്യങ്ങളുടെ നിയമനിർമ്മാണം നമ്മുടെ കേന്ദ്ര ഗവൺമെന്റിനാണ്, സ്റ്റേറ്റ് ലിസ്റ്റ് സംസ്ഥാന ഗവൺമെന്റിനാണ്. അപ്പൊ കൺകറന്റ് ലിസ്റ്റോ, കൺകറന്റ് ലിസ്റ്റിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം 2 കൂട്ടർക്കും ഉണ്ട്. പാർലമെന്റിനും ഉണ്ട്, സംസ്ഥാനങ്ങൾക്കും ഉണ്ട്. 2 പേർക്കും അധികാരമുണ്ട്. ഓക്കെ, യൂണിയൻ ലിസ്റ്റിൽ ഇപ്പോൾ 100 വിഷയങ്ങളാണ് ഉള്ളത്. തുടക്കത്തിൽ 97 വിഷയങ്ങൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ 100 വിഷയങ്ങളുണ്ട് യൂണിയൻ ലിസ്റ്റിൽ. ഈ 100 വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട എന്ത് കാര്യമാണെങ്കിലും അതിന് നിയമനിർമ്മാണം നടത്തുന്നത് പാർലമെന്റ് ആണ്. ഓക്കെ, സ്റ്റേറ്റ് ലിസ്റ്റിൽ ഇപ്പോൾ 61 വിഷയങ്ങളാണ് ഉള്ളത്. നേരത്തെ 66 വിഷയം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് ഒരു 5 വിഷയം കുറച്ചിട്ടുണ്ട് അല്ലെ. യൂണിയൻ ലിസ്റ്റിൽ 97 ആദ്യം ഉണ്ടായിരുന്നത്, അതുകൊണ്ട് 3 കൂട്ടി റൗണ്ട് ഓഫ് ചെയ്ത് 100 വെച്ചു. പക്ഷെ ഇവിടുന്ന് 66 ഒരു 5 വിഷയം എങ്ങോട്ടോ മാറ്റി. ഇപ്പൊ അതിൽ 61 വിഷയങ്ങളാണ് ഉള്ളത് അല്ലെ. കൺകറന്റ് ലിസ്റ്റിലോ 52 വിഷയങ്ങളുണ്ട്. കൺകറന്റ് ലിസ്റ്റില് നേരത്തെ തുടക്കത്തിൽ 47 ആയിരുന്നു. ഇവിടെ 5 കൂട്ടി ഇപ്പൊ 52 ഇപ്പൊ ഇവിടുന്ന് 5 കുറച്ചു, ഇവിടെ 5 കൂട്ടി. അതായത് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് 5 വിഷയങ്ങൾ എടുത്ത് കൺകറന്റ് ലിസ്റ്റിൽ വെച്ചു. അപ്പൊ സ്റ്റേറ്റ് ലിസ്റ്റ് 66 എന്നുള്ളത് 61 കൺകറന്റ് ലിസ്റ്റ് 47 എന്നുള്ളത് 52 അപ്പൊ ലിസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട ഭാഗം ഏതാണ്? ഭാഗം 7. ആർട്ടിക്കിൾ ഏതാണ്? 246. ഏതൊക്കെയാണ് ലിസ്റ്റ്? യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. യൂണിയൻ ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട യൂണിയൻ ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളുടെ നിയമനിർമ്മാണ അധികാരം ആർക്കാണ്? പാർലമെന്റിനാണ്. സ്റ്റേറ്റ് ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളുടെ നിയമനിർമ്മാണ അധികാരം ആർക്കാണ്? സ്റ്റേറ്റ് ഗവൺമെന്റിനാണ്. കൺകറന്റ് ലിസ്റ്റിലാണെങ്കിൽ പാർലമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും അധികാരമുണ്ട്. യൂണിയൻ ലിസ്റ്റിൽ ഇപ്പൊ എത്ര വിഷയമുണ്ട്? 100. 97 100. സ്റ്റേറ്റ് ലിസ്റ്റിൽ 66 61 5 കുറഞ്ഞപ്പോ കൺകറന്റ് ലിസ്റ്റിൽ 47 എന്നുള്ളത് ആ 5 കൂട്ടി ഇപ്പോൾ 52 ഉണ്ട്. ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി 1976 42 ഭേദഗതിയിലൂടെയാണ് 5 വിഷയങ്ങൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലോട്ട് മാറ്റുകയുണ്ടായി. അപ്പോൾ PSCയിൽ ഏറ്റവും കൂടുതൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യം വരുന്ന ഒരു ഏരിയ ആണ് ഇത്. ഈ ലിസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുണ്ട്, പലതവണ മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുണ്ട്. താഴെ തന്നിട്ടുള്ളവയിൽ കൺകറന്റ് ലിസ്റ്റിൽ പെടുന്നത് ഏതാണ്? സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലോട്ട് മാറ്റിയ വിഷയങ്ങൾ ഏതൊക്കെയാണ്? ഏത് ഭേദഗതിയിലൂടെയാണ്? ഇതൊക്കെ ഓരോ ഇമ്പോർട്ടൻറ്റ് ചോദ്യങ്ങളാണ്. അപ്പൊ നമുക്ക് ഓർഡർ ആയിട്ട് പറയാം. എത്ര വിഷയങ്ങൾ മാറ്റി? സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് 5 വിഷയങ്ങളെ കൺകറന്റ് ലിസ്റ്റിലോട്ട് മാറ്റി. എന്നാണ് മാറ്റിയത്? ഏത് ഭേദഗതിയിലൂടെയാണ്? 1976 42 ഭേദഗതിയിലൂടെയാണ്. 42 ഭേദഗതി 1976 വർഷം അല്ലെ. 4 2 6 ഇവിടെ എൻഡില്. 76 42 ഭേദഗതിയിലൂടെയാണ്. ഇത് മിനി കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്. ഈ 42 ഭേദഗതി ഒരുപാട് കാര്യങ്ങളിൽ ഈ 42 ഭേദഗതി നമ്മുടെ ഭരണഘടനയിൽ ഒരുപാട് കാര്യങ്ങളിൽ മാറ്റങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. നമ്മുടെ പ്രിയാമ്പിളിലെ ഭേദഗതി വരുത്തിയത് ഒരേ ഒരു തവണയാണ് ഭേദഗതി വരുത്തിയിട്ടുള്ളൂ. അത് 76 42 ഭേദഗതിയാണ്. പ്രിയാമ്പിളിൽ 3 വാക്കുകൾ കൂട്ടിച്ചേർത്തു അല്ലെ.
അതേപോലെ തന്നെ നമ്മുടെ ഭരണഘടനയുടെ മൗലിക കടമകൾ ഈ ഒരു ഭേദഗതിയിലൂടെയാണ് വരുന്നത്. അപ്പോൾ 42ാം ഭേദഗതിക്ക് വളരെയധികം പ്രാധാന്യമുണ്ട്. ഇവിടെ എന്താണ് 42ാം ഭേദഗതിയുടെ റോള്? സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് 5 വിഷയങ്ങളെ കൺകറന്റ് ലിസ്റ്റിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി ഏതൊക്കെയാണ് ആ 5 വിഷയങ്ങൾ? അത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇതിൽ ഏത് വേണമെങ്കിലും ചോദിക്കും, ഇപ്പോൾ ഏത് ലിസ്റ്റിലാന്ന് പറഞ്ഞിട്ട്. ഏതൊക്കെയാണ്? വിദ്യാഭ്യാസം. 1 വിദ്യാഭ്യാസം, 2 വനം, 3ാമത്തത് അളവ് തൂക്കം, ഓക്കെ, വെയിറ്റ് ആൻഡ് മെഷേഴ്സ്, പിന്നെ നീതിന്യായ ഭരണം, നീതിന്യായ ഭരണം. ഇനി വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം. ഏതൊക്കെയാണ് കൺകറന്റ് ലിസ്റ്റിലുള്ളത്? സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് മാറ്റിയത് വിദ്യാഭ്യാസം. വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു നിയമം ഉണ്ടാക്കാനായിട്ട് 2 കൂട്ടർക്കും, അതായത് പാർലമെന്റിനും സ്റ്റേറ്റ് ഗവൺമെന്റിനും അധികാരമുണ്ട്. അതാണ് കൺകറന്റ് ലിസ്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. വനം, വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം, അതങ്ങ് ഒരുമിച്ച് പഠിക്കുക. വിദ്യാഭ്യാസം, വനം, വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം, പിന്നെ അളവ് തൂക്കം, അതുപോലെ തന്നെ നീതിന്യായ ഭരണം. ഈ 5 വിഷയങ്ങളാണ് സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റിലോട്ട് മാറ്റിയിട്ടുള്ളത്. ഏതൊക്കെയാണ് ഒന്നുകൂടെ പറയൂ? വിദ്യാഭ്യാസം, വനം, വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം, അളവ് തൂക്കം, നീതിന്യായ ഭരണം. ഓക്കെ. ഇനി 3 ലിസ്റ്റുകളിലും പറഞ്ഞിട്ടില്ലാത്ത ഒരു വിഷയമാണെങ്കിലോ? ഇപ്പൊ ഒരു പെർട്ടിക്കുലർ വിഷയം എടുക്കുമ്പോൾ അത് യൂണിയൻ ലിസ്റ്റിലും മെൻഷൻ ചെയ്തിട്ടില്ല, സ്റ്റേറ്റ് ലിസ്റ്റിലും ഇല്ല, കൺകറന്റ് ലിസ്റ്റിലും ഇല്ലെങ്കിലോ? അപ്പൊ എന്തായിരിക്കും? അതെവിടെ ഇൻക്ലൂഡ് ചെയ്യും? ആരാണ് അതിൽ നിയമങ്ങളൊക്കെ നിർമ്മിക്കുന്നത്? 3 ലിസ്റ്റുകളിലും പറഞ്ഞിട്ടില്ലാത്ത കാര്യങ്ങൾ നിയമം നിർമ്മിക്കാനുള്ള അധികാരം പാർലമെന്റിനാണ്. പ്രത്യേകം നോട്ട് ചെയ്യുക, ആർക്കാണ്? പാർലമെന്റിനാണ്. അപ്പൊ എപ്പോഴും പാർലമെന്റ് തന്നെയാണ്, അല്ല, അതിനാണ് ഏറ്റവും കൂടുതൽ പവർ ഉള്ളത്. യൂണിയൻ ലിസ്റ്റുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ നിയമം നിർമ്മിക്കാൻ പാർലമെന്റിനാണ് അധികാരം ഉള്ളത്. സ്റ്റേറ്റ് ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നിയമനിർമ്മാണത്തിലുള്ള അധികാരം സ്റ്റേറ്റ് ഗവൺമെന്റിനാണ് ഉള്ളത്. കൺകറന്റ് ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിയമം നിർമ്മിക്കാനുള്ള അധികാരം യൂണിയനും പാർലമെന്റിനും ഉണ്ട്, സ്റ്റേറ്റ് ഗവൺമെന്റിനും ഉണ്ട്. ഈ 3 വിഷയങ്ങൾ 3 ലിസ്റ്റുകളിലും പെടാത്ത വിഷയങ്ങളാണെന്നുണ്ടെങ്കിൽ ആ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നിയമം നിർമ്മിക്കാനുള്ള അധികാരം ആർക്കാണ്? പാർലമെന്റിനാണ്. ഓക്കെ. പാർലമെന്റിന്റെ ഈ ലാസ്റ്റ് പറഞ്ഞ ഈ ഒരു അധികാരത്തെയാണ് അവശിഷ്ട അധികാരം അഥവാ റെസിഡ്യൂറി പവേഴ്സ്. പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടോ റെസിഡ്യൂറി പവേഴ്സ്? ഇതെന്താണ് റെസിഡ്യൂറി പവേഴ്സ്? അവശിഷ്ട അധികാരം. എന്താണ് അവശിഷ്ട അധികാരം? യൂണിയൻ ലിസ്റ്റിലും സ്റ്റേറ്റ് ലിസ്റ്റിലും കൺകറന്റ് ലിസ്റ്റിലും ഉൾപ്പെടാത്ത വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം പാർലമെന്റിനാണ്. ഈ അധികാരമാണ് അവശിഷ്ട അധികാരം എന്ന് പറയുന്നത്. ഓക്കെ. ഈ അവശിഷ്ട അധികാരത്തെ പറ്റി പരാമർശിക്കുന്ന അനുച്ഛേദം 248. അപ്പൊ ലിസ്റ്റുകളെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏതാണെന്ന് ഞാൻ പറഞ്ഞത് 246 246. ഇതിലെ 246 മാറ്റി 8 ആക്കിയാൽ എന്താണ്? 2 2 4 4 4 8 അല്ലെ? അവിടെ ഒരു കണക്ഷൻ ഉണ്ട്. ഇതെന്താണ്? ഇത് ഈ പറഞ്ഞ റെസിഡ്യൂറി പവേഴ്സിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ആണ്. ആർട്ടിക്കിൾ 246 ഇതിനെ പറ്റി പറയുന്നു, ലിസ്റ്റുകളെ പറ്റി. 248 പറയുന്നത് റെസിഡ്യൂറി പവേഴ്സ് ആണ്. പാർലമെന്റിനാണ് ഈ പറഞ്ഞ അവശിഷ്ട അധികാരം ഉള്ളത്. അതേപറ്റി പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ആണ് 248. ഈ അവശിഷ്ട അധികാരത്തിൽ പെടുന്ന ഒരു വിഷയത്തിന് എക്സാമ്പിൾ ആണ് കേട്ടോ സൈബർ നിയമങ്ങൾ. സൈബർ നിയമങ്ങൾ എന്ന് പറയുമ്പോൾ ഈ 3 ലിസ്റ്റിലും പറഞ്ഞിട്ടില്ല. അപ്പൊ അതിന്റെ കാര്യങ്ങളിലൊക്കെ ആര് തീരുമാനം എടുക്കും? സൈബർ നിയമങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ തീരുമാനം എടുക്കുന്നത് പാർലമെന്റ് ആയിരിക്കും. ഇത് പാർലമെന്റിന്റെ റെസിഡ്യൂറി പവേഴ്സ് ആണ്. നമ്മൾ ഇതുവരെ എന്തൊക്കെയാ പറഞ്ഞത്? ലിസ്റ്റുകൾ 3 ടൈപ്പ് ഉണ്ട്. യൂണിയൻ ലിസ്റ്റ്, സ്റ്റേറ്റ് ലിസ്റ്റ്, കൺകറന്റ് ലിസ്റ്റ്. ഏത് ഭാഗം? പാർട്ട് 7. ഏതാണ് ആർട്ടിക്കിൾ? 246 ആണ്. ഈ ലിസ്റ്റുകളിൽ എത്ര യൂണിയൻ ലിസ്റ്റിൽ എത്ര വിഷയമുണ്ട്? 100 എണ്ണാണ് ഉള്ളത്. സ്റ്റേറ്റ് ലിസ്റ്റിൽ 61, കൺകറന്റ് ലിസ്റ്റിൽ 52 അല്ലെ? ഈ സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് 5 എണ്ണം കൺകറന്റ് ലിസ്റ്റിലോട്ട് മാറ്റിയ ഭേദഗതി 42ാം ഭേദഗതിയാണ് 1976. ഏതൊക്കെയാണ് 5 വിഷയങ്ങൾ? വിദ്യാഭ്യാസം, വനം, വന്യമൃഗങ്ങളുടെയും പക്ഷികളുടെയും സംരക്ഷണം, അളവ് തൂക്കം, നീതിന്യായം എന്നിവയാണ് ആ 5 വിഷയങ്ങൾ. ഇനി ഈ 3 ലിസ്റ്റിലും പെടാത്ത കാര്യങ്ങളിൽ നിയമനിർമ്മാണം നടത്താനുള്ള അധികാരം പാർലമെന്റിന് ഉണ്ടെന്ന് പറയുന്നതാണ് റെസിഡ്യൂറി പവേഴ്സ്. അതിന്റെ ആർട്ടിക്കിൾ ആണ് 248. യൂണിയൻ ലിസ്റ്റില് ആ വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട നിയമനിർമ്മാണം പാർലമെന്റ് ചെയ്യും, സ്റ്റേറ്റ് ലിസ്റ്റിലാണെങ്കിൽ സ്റ്റേറ്റ് ഗവൺമെന്റ് ചെയ്യും. ഇത്രയും ക്ലിയർ ആണല്ലോ. ഇനി അവശിഷ്ട അധികാരങ്ങൾക്ക് ഒരു ഉദാഹരണമാണ് സൈബർ നിയമങ്ങൾ. ഇനി നമുക്ക് ഈ ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള 100 വിഷയങ്ങളൊന്നും നമുക്ക് ബൈഹാർട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യമല്ല അല്ലെ? കാരണം യൂണിയൻ ലിസ്റ്റിൽ 100 വിഷയമുണ്ട്, സ്റ്റേറ്റ് ലിസ്റ്റിലാണെങ്കിൽ 61 വിഷയമുണ്ട്, കൺകറന്റ് ലിസ്റ്റിൽ 52 ഉണ്ട്. ഇതെല്ലാം ഒന്നും നമുക്ക് ബൈഹാർട്ട് ചെയ്യാൻ പറ്റില്ല. പക്ഷെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നമ്മൾ പഠിച്ചു പോകേണ്ടതുണ്ട്. കാരണം ഏത് ചോദ്യവും നമുക്ക് ഇതിൽ ഏത് തന്നിട്ടും ഇത് താഴെ തന്നിട്ടുള്ളവയിൽ ഏത് ലിസ്റ്റ് പെടുന്നതാണെന്ന് ചോദിക്കും. അപ്പോൾ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതൊക്കെ നമ്മൾ പഠിച്ചുകൊണ്ട് പോകുന്നതാണ് നമുക്ക് ഇവിടെ ചെയ്യാൻ പറ്റുക. അതിൽ നിന്നേ ചോദിക്കുകയുള്ളൂ. ഓക്കെ. അപ്പൊ നമുക്ക് നോക്കാം. യൂണിയൻ ലിസ്റ്റിലെ കുറച്ച് ഞാൻ പറയാം കേട്ടോ. പ്രതിരോധം, വിദേശകാര്യം, റെയിൽവേ,
തപാൽ, ടെലിഫോൺ, പോസ്റ്റ് ഓഫീസ്, സേവിങ്സ് ബാങ്ക്, ലോട്ടറി, ഇതൊക്കെ യൂണിയൻ ലിസ്റ്റിലാണ്. അപ്പൊ ഇതെങ്ങനെ നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാം? പ്രതിരോധം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിക്കുക, ഡിഫൻസ്. ഇപ്പൊ നമ്മുടെ രാജ്യവുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പൊ പ്രതിരോധം എന്ന് നമ്മൾ പ്രതിരോധ വകുപ്പ് മന്ത്രി നമുക്ക് രാജ്യത്തിൽ പാർലമെന്റിലാണല്ലോ ഉള്ളത്. നമ്മുടെ സംസ്ഥാനത്ത് നമ്മൾ പറയുന്നതിനേക്കാളും നമ്മുടെ രാജ്യത്തിന്റെ സുരക്ഷ, പ്രതിരോധം എന്നൊക്കെ പറയുമ്പോഴാണ് കുറച്ചും കൂടെ പ്രാധാന്യം വരുന്നത് അല്ലെ. അപ്പൊ അതുകൊണ്ട് തന്നെ പ്രതിരോധം എന്ന് കേട്ടാലും വിദേശകാര്യമാണെങ്കിൽ അങ്ങനെ തന്നെയല്ലേ. വിദേശകാര്യ മന്ത്രിയൊക്കെ നമ്മുടെ രാജ്യത്തിന് നമ്മുടെ പാർലമെന്റിലാണ് ഇവർക്കൊക്കെ കൂടുതൽ റോള് വരുന്നത് അല്ലെ. പ്രതിരോധം ആയിക്കോട്ടെ വിദേശകാര്യ ആയിക്കോട്ടെ എവിടെയാണ്? അത് പാർലമെന്റ് ആണ് നിയമം ഉണ്ടാക്കുന്നത്. അത് രണ്ട് എവിടെ വരുന്നു? യൂണിയൻ ലിസ്റ്റ് വരുന്നു. റെയിൽവേ, ഇന്ത്യൻ റെയിൽവേ നമുക്കറിയാം അല്ലെ, അത് കേന്ദ്ര ഗവൺമെന്റിന്റെ അണ്ടറിലാണ്. സോ അത് യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ്. തപാൽ, ടെലിഫോൺ, ടെലിഫോൺ അങ്ങനെ തന്നെയല്ലേ. തപാലും പോസ്റ്റ് ഓഫീസും കേന്ദ്ര ഗവൺമെന്റിന്റെയാണ്. അത് നമുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും യൂണിയൻ ലിസ്റ്റ് ആണ്. പോസ്റ്റ് ഓഫീസ്, സേവിങ്സ് ബാങ്ക്. പിന്നെ ലോട്ടറി ആണ് ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരാനൊരു സാധ്യത, തെറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഓർത്ത് വെച്ചോളൂ, ലോട്ടറി നമ്മുടെ സംസ്ഥാനത്തൊക്കെ വളരെ ഫേമസ് ആണ്. ലോട്ടറി നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിനൊക്കെ ഒരുപാട് വരുമാനം ഉണ്ടാക്കി കൊടുക്കുന്നത് ലോട്ടറിയാണ്. സ്റ്റിൽ അതൊക്കെ നമ്മുടെ മനസ്സിലുണ്ടെങ്കിലും ലോട്ടറി ഏത് ലിസ്റ്റാന്ന് ചോദിച്ചാൽ ഒരിക്കലും സ്റ്റേറ്റ് ലിസ്റ്റ് കൊണ്ടുപോയിട്ട് നിങ്ങൾ ആൻസർ കൊടുക്കരുത്. ലോട്ടറി ഏത് ലിസ്റ്റിൽ വരുന്നതാണ്? യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ്. ഓക്കെ, അത് അവിടെ ഉറപ്പിക്കുക. ഇനി സ്റ്റേറ്റ് ലിസ്റ്റിലെ കുറച്ച് വിഷയങ്ങൾ നമുക്ക് നോക്കാം. ക്രമസമാധാനം. ഇപ്പൊ നമ്മുടെ സംസ്ഥാനത്തിന്റെ ക്രമസമാധാനം പോലെ ആയിരിക്കില്ല നമ്മുടെ തമിഴ്നാട്ടിലെ ക്രമസമാധാനം. കാരണം എന്താ? ഓരോ സംസ്ഥാനത്തെയും ജനങ്ങൾ അവരുടെ ജീവിത രീതി ഒക്കെ വ്യത്യാസമുണ്ട്. അപ്പൊ അത് യൂണിയൻ ലിസ്റ്റിൽ പെടുത്താൻ പറ്റില്ല. ഓരോ സംസ്ഥാനങ്ങൾ തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിയമം ഉണ്ടാക്കണല്ലേ നല്ലത്. നമ്മളൊന്ന് ലോജിക്കായിട്ടൊന്ന് തിങ്ക് ചെയ്ത് നമുക്ക് മനസ്സിലാവും. ക്രമസമാധാനം സ്റ്റേറ്റ് ലിസ്റ്റിന് അണ്ടറിൽ വരും. പോലീസ് അങ്ങനെ തന്നെയല്ലേ. ഇവിടുത്തെ പോലീസ് ചെയ്യുന്ന കാര്യങ്ങളായിരിക്കില്ല അടുത്തൊരു സംസ്ഥാനത്തെ പോലീസും ചെയ്യേണ്ടി വരുന്നത്. ആ ജനങ്ങളുടെ ഒരു രീതി പോലെ ഇരിക്കും. അപ്പൊ അതുകൊണ്ട് പോലീസും സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരുന്നത്. ജയില്, പോലീസ്, അപ്പൊ ജയിൽ അതിന്റെ കൂടെ കണക്ട് ചെയ്ത് പഠിക്കുക. ക്രമസമാധാനം, പോലീസും ജയിലും ഒരുമിച്ച് കണക്ട് ചെയ്തോ സ്റ്റേറ്റ് ലിസ്റ്റ് ആണ്. പിന്നെ തദ്ദേശ സ്വയംഭരണം, അത് കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാലോ. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി ഒക്കെ ആരുടെ കൺട്രോളിലാണ് വരുന്നത്? നമ്മുടെ സംസ്ഥാന ഗവൺമെന്റിന്റെയാണ്. അപ്പൊ അത് സ്റ്റേറ്റ് ലിസ്റ്റ് ആണ്. പിന്നെ പൊതുജന ആരോഗ്യം, ഇതും നമുക്കറിയാം. നമ്മുടെ ഇവിടുത്തെ വരുന്ന രോഗങ്ങളായിരിക്കില്ലേ വേറെ സംസ്ഥാനത്ത് വരുന്നത്. അപ്പോൾ കോവിഡ് വന്നപ്പോൾ തന്നെ നമുക്കറിയാം ഓരോ സംസ്ഥാനവും വേറെ വേറെ രീതിയിലാണ് അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സജ്ജമാക്കിയത്. അപ്പോൾ പൊതുജനാരോഗ്യം എപ്പോഴും സ്റ്റേറ്റ് ലിസ്റ്റ് തന്നെ വരണം, എന്നാലേ ശരിയാവുള്ളൂ അല്ലേ. പിന്നെ കൃഷിയാണെങ്കിൽ അങ്ങനെ തന്നെ നമ്മുടെ ഇവിടുത്തെ കൃഷി രീതി ആയിരിക്കില്ലേ വേറൊരു സംസ്ഥാനത്ത്. അപ്പോൾ യൂണിയൻ ലിസ്റ്റ് വരണതിനേക്കാളും അവിടെ അത് സ്റ്റേറ്റ് ലിസ്റ്റിൽ വന്നാലാണ് ശരിയാവുക അല്ലേ. അപ്പോൾ കൃഷി, അപ്പോൾ നമുക്കൊന്ന് പേര് കേട്ടിട്ട് നിങ്ങളൊന്ന് നോക്കാതെ ഒന്ന് പറഞ്ഞു നോക്കിക്കേ. ജയിൽ ഏതായിരിക്കും? യൂണിയൻ ലിസ്റ്റ് ആണോ സ്റ്റേറ്റ് ലിസ്റ്റ് ആണോ? തിങ്ക് ചെയ്തേ. ജയില്, ക്രമസമാധാനം, പോലീസ് ഏതല്ല വരുന്നത്? സ്റ്റേറ്റ് ലിസ്റ്റ് ആണ്. തപാല്, പോസ്റ്റ് ഓഫീസ്, ടെലിഫോണ്, സേവിങ്സ് ബാങ്ക് ഏതായിരിക്കും? റെയിൽവേ ആണെങ്കിലും പോസ്റ്റ് ഓഫീസ് ആണെങ്കിലും അല്ലെ, സേവിങ്സ് ബാങ്ക് എവിടെയാണ് വരുന്നത്? യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ്. പ്രതിരോധവും വിദേശകാര്യവും രണ്ടും ഏതാണ്? വിദേശകാര്യം. പ്രതിരോധം കേൾക്കുമ്പോഴേ നമുക്കറിയാം യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ്. ലോട്ടറി എവിടെയാ വരുന്നത്? ലോട്ടറി സ്റ്റേറ്റ് ലിസ്റ്റ് അല്ല, യൂണിയൻ ലിസ്റ്റ് ആണ്. ഓക്കെ. ഇനി പൊതുജനാരോഗ്യം എവിടെ വരുന്നതാണ്? പൊതുജനാരോഗ്യവും കൃഷിയും തദ്ദേശ സ്വയംഭരണവും ഒക്കെ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നതാണ്. കൺകറന്റ് ലിസ്റ്റ് നമ്മൾ ഓൾറെഡി കുറച്ച് വിഷയങ്ങൾ പഠിച്ചു അല്ലെ. വിദ്യാഭ്യാസം കൺകറന്റ് ലിസ്റ്റ് ആണെന്ന് പറഞ്ഞു. വനം, വന്യജീവികളുടെയും പശുക്കളുടെയും സംരക്ഷണമൊക്കെ കൺകറന്റ് ലിസ്റ്റ് ആണെന്ന് പറഞ്ഞു. അത് കൂടാതെയുള്ളത് നമ്മൾ പഠിച്ചാൽ മതി. ഏതാണ്? ഇലക്ട്രിസിറ്റി ഏത് ലിസ്റ്റിൽ വരുന്നു? കൺകറന്റ് ലിസ്റ്റിലാണ് വരുന്നത്. ഓർത്തോളം, ഇലക്ട്രിസിറ്റി കൺകറന്റ് ലിസ്റ്റിലാണ് വരുന്നത്. പിന്നെ ജനസംഖ്യാ നിയന്ത്രണവും കുടുംബാസൂത്രണവും, അത് രണ്ടു കൂട്ടരും കൂടെ വിചാരിച്ചാലേ പറ്റുള്ളൂ. അങ്ങനെയൊക്കെ ഒന്ന് വിചാരിക്കുക. ജനസംഖ്യ നിയന്ത്രണം ഇത്രയും കഷ്ടപ്പെട്ട പരിപാടിയാണ് അല്ലെ. അപ്പൊ സ്റ്റേറ്റും സെൻറ്ററും ഒക്കെ അതിനകത്ത് ഉണ്ടെന്നൊന്ന് മനസ്സിലിങ്ങനെ ചിന്തിച്ചു വെക്കുക. ജനസംഖ്യാ നിയന്ത്രണവും കുടുംബാസൂത്രണവും. പിന്നെ വില നിയന്ത്രണവും കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതാണ്. അപ്പൊ ഇതിലേതൊക്കെയാണ്? വിദ്യാഭ്യാസം, വനം, വന്യമൃഗങ്ങളുടെയും പശുവുടെയും സംരക്ഷണം, അളവ് തൂക്കം, പിന്നെ നീതിന്യായം, ജനസംഖ്യാ നിയന്ത്രണവും കുടുംബാസൂത്രണവും, അതേപോലെ ഇലക്ട്രിസിറ്റി, വില നിയന്ത്രണം, ഇത്രയും എന്തിൽ വരുന്നതാണ്? കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതാണ്. ഓക്കെ, കുറച്ചുകൂടെ വിഷയങ്ങൾ നോക്കാം. യൂണിയൻ ലിസ്റ്റില് സെൻസസ് നമ്മുടെ രാജ്യത്തെ സെൻസസ് ആണ് അല്ലെ പറയുക. അപ്പൊ അത് യൂണിയൻ ലിസ്റ്റ് ആണ്. കസ്റ്റംസ് തിരുവ, ഇപ്പം നമ്മുടെ കസ്റ്റംസ് ഡ്യൂട്ടി, കസ്റ്റംസ് തിരുവ എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മുടെ കേന്ദ്രത്തിലാണ് അതിന്റെ ഒരു കണക്ഷൻ. അങ്ങനെ ഒന്ന് കണക്ട് ചെയ്ത് വയ്ക്കുക. നമുക്ക് ഓർത്താൽ ചിന്തിച്ചാൽ നിങ്ങൾക്ക് കിട്ടുമല്ലേ. കസ്റ്റംസ് ഒക്കെ എപ്പോഴും നമ്മുടെ കേന്ദ്രത്തിൽ വരുന്നതാണ്. അപ്പൊ പാർലമെന്റാണ് തീരുമാനമൊക്കെ എടുക്കുക. അപ്പൊ അത് യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ്. കോർപ്പറേറ്റ് ടാക്സ്, നമ്മുടെ രാജ്യത്തിൽ ഏറ്റവും കൂടുതൽ വരുമാനം ഇൻകം ടാക്സ് എന്നാണ് വരുന്നത് അല്ലെ. കോർപ്പറേറ്റ് നികുതി നല്ല രീതിയിൽ വരുമാനം കിട്ടുന്നുണ്ട് കോർപ്പറേറ്റ് ടാക്സ് നിന്ന്. അപ്പോൾ കോർപ്പറേറ്റ് നികുതി യൂണിയൻ ലിസ്റ്റിൽ വരുന്നു. വരുമാന നികുതി, ഇൻകം ടാക്സും യൂണിയൻ ലിസ്റ്റിൽ വരുന്നു. പൗരത്വം സിറ്റിസൺഷിപ്പ്, ഇന്ത്യൻ പൗരൻ എന്നാ പറയുക നമ്മൾ. അപ്പൊ അത് യൂണിയൻ ലിസ്റ്റിലാണ് വരുന്നത്. അപ്പൊ ഏതൊക്കെയാണ് യൂണിയൻ ലിസ്റ്റിൽ വരുന്നത്? ഇവിടെ സെൻസസ് എന്ന് കേൾക്കുമ്പോൾ നമുക്ക് യൂണിയൻ ലിസ്റ്റ് ഓർമ്മ വരണം. പിന്നെ പൗരത്വം യൂണിയൻ ലിസ്റ്റിൽ വരാം. പിന്നെ ഏതാണ്? 2 ടാക്സ്, വരുമാന നികുതിയും കോർപ്പറേറ്റ് ടാക്സും ഉണ്ട്. പിന്നെ ഒരു നികുതി കൂടി ഉണ്ടല്ലോ, കസ്റ്റംസ് തിരുവ. ഈ ടാക്സ് ഒക്കെ യൂണിയൻ ലിസ്റ്റിൽ വരുന്നതാണ്.
പന്തയമൊക്കെ വെക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, അത് എവിടെയാ വരുന്നതെന്ന് അറിയോ? സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരുന്നത്. പക്ഷെ ലോട്ടറി എവിടെയാ? യൂണിയൻ ലിസ്റ്റിലാണ്. അത് എപ്പോഴും ഓർത്തോളണം. ലോട്ടറി യൂണിയൻ ലിസ്റ്റ് ആണ്, പന്തയം സ്റ്റേറ്റ് ലിസ്റ്റ് ആണ്, കാർഷിക ആദായ നികുതി. അപ്പൊ ഇവിടുത്തെ ഈ നികുതികളുണ്ടല്ലോ, കസ്റ്റംസ് തീരുവയും കോർപ്പറേറ്റ് നികുതിയും വരുമാന നികുതിയും, അത് യൂണിയൻ ലിസ്റ്റിലാണെങ്കിൽ ഇവിടെ കുറച്ച് നികുതി ഉണ്ട് സംസ്ഥാനത്തിന്റെ കീഴിൽ. ഏതൊക്കെയാണ്? കാർഷിക ആദായ നികുതി, ഭൂനികുതി, കെട്ടിട നികുതി. ഈ നികുതികൾ എവിടെ വരും? സംസ്ഥാന ലിസ്റ്റിൽ വരും. ഫിഷറീസും സംസ്ഥാന ലിസ്റ്റിലാണ് വരുന്നത്. അപ്പൊ നികുതികൾ കമ്പയർ ചെയ്താൽ കസ്റ്റംസ് തീരുവ, കോർപ്പറേറ്റ് നികുതി, വരുമാന നികുതി യൂണിയൻ ലിസ്റ്റ് ആണ്. കാർഷികാദായ നികുതി, ഭൂനികുതി, കെട്ടിട നികുതി ഒക്കെ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നതാണ്. ഫിഷറീസും അവിടെയാണ് വരുന്നത്. കൺഗ്രസ് ലിസ്റ്റിൽ എന്തൊക്കെയാണ്? നീതിന്യായ ഭരണം നമ്മൾ പറഞ്ഞു. നീതിന്യായം, സുപ്രീം കോടതിയും ഹൈക്കോടതികളും ഒഴികെയുള്ള നീതിന്യായ ഭരണം കൺഗ്രസ് ലിസ്റ്റിലാണ് വരുന്നത്. സാമ്പത്തികവും സാമൂഹികവുമായ ആസൂത്രണം, ഒരു പ്ലാനിങ്. മുന്നേ ജനസംഖ്യാ നിയന്ത്രണം എന്ന് പറഞ്ഞു വേണം. ഈ പ്ലാനിങ്ങുമായിട്ട് ജനസംഖ്യ പോപ്പുലേഷൻ കൺട്രോളിന് നല്ല പ്ലാനിങ് വേണം. ഇവിടെ സാമ്പത്തികമായിട്ടും സാമൂഹികമായിട്ടുള്ള പ്ലാനിങ്ങും ഇതൊക്കെ, ഈ പ്ലാനിങ്ങും ഒക്കെ കൺട്രോൾ ലിസ്റ്റിലാണ് വരുന്നത്. പിന്നെ വിവാഹവും വിവാഹമോചനവും, അത് ഓർത്തോളണം. വിവാഹവും വിവാഹമോചനവും കൺകറന്റ് ലിസ്റ്റിലാണ് വരുന്നത്. ഓക്കെ, വിവാഹവും വിവാഹമോചനവും. ക്രിമിനൽ നിയമങ്ങൾ എവിടെയാ വരുന്നത്? അത് കൺകറന്റ് ലിസ്റ്റിലാണ് വരുന്നത്. ക്രിമിനൽ നിയമങ്ങൾ കൺകറന്റ് ലിസ്റ്റിലാണ്. ഫാക്ടറികൾ വരുന്നത് കൺകറന്റ് ലിസ്റ്റിലാണ്. ക്രിമിനൽ നിയമങ്ങളും ഫാക്ടറികളും കൺകറന്റ് ലിസ്റ്റിലാണ് വരുന്നത്. ഓക്കെ, ഇനിയുണ്ട് യൂണിയൻ ലിസ്റ്റില് ഉന്നത വിദ്യാഭ്യാസം, ഗവേഷണം, ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങൾ എന്നിവയുടെ മാനദണ്ഡങ്ങൾ. ഉന്നത വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഗവേഷണം, ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങളുടെയൊക്കെ മാനദണ്ഡങ്ങളൊക്കെ വരുന്ന യൂണിയൻ ലിസ്റ്റിലാണ്. യുദ്ധവും സമാധാനവും, യുദ്ധമൊക്കെ രാജ്യങ്ങളാണ് തമ്മിലാണ് അല്ലെ, അപ്പൊ അത് യൂണിയൻ ലിസ്റ്റ് ആണ്. ബാങ്കിങ് യൂണിയൻ ലിസ്റ്റ് ആണ്. ഇൻഷുറൻസ് യൂണിയൻ ലിസ്റ്റ് ആണ്. ബാങ്കിങ്, ഇൻഷുറൻസ്, യുദ്ധവും സമാധാനവും. പിന്നെ കറൻസി, റിസർവ് ബാങ്ക് യൂണിയൻ ലിസ്റ്റ് ആണ്. റിസർവ് ബാങ്ക് എന്നൊക്കെ പറയുമ്പോൾ യൂണിയൻ ലിസ്റ്റ് ആണല്ലോ. ഇനി സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നതാണ് ടോൾ സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നതാണ്. ഗ്യാസ് വർക്കുകൾ സ്റ്റേറ്റ് ലിസ്റ്റ് ആണ്. വിപണികള്, മേളകള്, നമ്മുടെ സംസ്ഥാനത്തല്ലേ നമ്മൾ വിപണി, വ്യാപാര മേള എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ടല്ലോ, അതൊക്കെ സ്റ്റേറ്റ് ലിസ്റ്റ് വരുന്നതാണ്. സത്രങ്ങളും സത്രം സൂക്ഷിപ്പുകാരും ഒക്കെ സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരുന്നത്. ചരക്കുകളുടെ ഉൽപാദനവും വിതരണവും സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരുന്നത്. ഇവിടെ കൺകറന്റ് ലിസ്റ്റിലുള്ളതാണ് ബോയിലറുകള്, ട്രസ്റ്റുകള്, ട്രേഡ് യൂണിയനുകൾ. അത് ഇമ്പോർട്ടന്റ് ആണ്. ട്രേഡ് യൂണിയൻ എവിടെയാണ് വരുന്നതെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ട്രേഡ് യൂണിയൻ കൺകറന്റ് ലിസ്റ്റിൽ. ഇലക്ട്രിസിറ്റി പറഞ്ഞോണം, ഇവിടെ ട്രേഡ് യൂണിയൻ കൺകറന്റ് ലിസ്റ്റിലാണ് വരുന്നത്. പിന്നെ ക്രിമിനൽ നിയമം പറഞ്ഞില്ലേ കൺകറന്റ് ലിസ്റ്റ് ആണെന്ന്. സ്വത്ത് ഏറ്റെടുക്കലും ആവശ്യപ്പെടലും കൺകറന്റ് ലിസ്റ്റിലാണ്. വിവാഹവും വിവാഹമോചനവും കൺകറന്റ് ലിസ്റ്റാണ്. സ്വത്ത് ഏറ്റെടുക്കലും ആവശ്യപ്പെടലും കൺകറന്റ് ലിസ്റ്റാണ്. വർത്തമാന പത്രങ്ങൾ, പുസ്തകങ്ങൾ, അച്ചടി പ്രസ്സുകളിൽ ശ്രദ്ധിക്കണേ. വർത്തമാന പത്രങ്ങളൊക്കെ ഏതിലാണ് വരുന്നത്? കൺകറന്റ് ലിസ്റ്റിലാണ് വരുന്നത്. അപ്പോൾ ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളൊന്ന് നമ്മളൊന്ന് ഓർത്താൽ മതി. നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്ന ഏതൊക്കെയാണ്? ഇപ്പോൾ പൊതുജന ആരോഗ്യം എന്ന് പറയുമ്പോൾ എവിടെ വരുന്നത്? പൊതുജന ആരോഗ്യം, കൃഷി, തദ്ദേശ സ്വയംഭരണം, പോലീസ്, ജയില് അല്ലെ, പിന്നെന്താണ് ക്രമസമാധാനം, ഇതൊക്കെ എവിടെ വരുന്നതാണ്? സ്റ്റേറ്റ് ലിസ്റ്റ് വരുന്നതാണ്. വിദേശകാര്യം, പ്രതിരോധം, സേവിങ്സ് ബാങ്ക്, പിന്നെ നമ്മുടെ തപാല്, പോസ്റ്റ് ഓഫീസ്, റെയിൽവേ, ഇതൊക്കെ വരുന്നത് യൂണിയൻ ലിസ്റ്റിലാണ്. അതേപോലെ സെൻസസ് യൂണിയൻ ലിസ്റ്റിലാണ്. ഇൻഷുറൻസും ബാങ്കിങ്ങും യൂണിയൻ ലിസ്റ്റാണ്. കറൻസി, റിസർവ് ബാങ്ക്, യുദ്ധവും സമാധാനവും, ഈ പറഞ്ഞ ഉന്നത വിദ്യാഭ്യാസം, ഗവേഷണം, ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങൾ, ഇവയുടെ മാനദണ്ഡമൊക്കെ യൂണിയൻ ലിസ്റ്റ് വരുന്നതാണ്. പിന്നെ ഗ്യാസ് വർക്ക്, വ്യാപാരം, നമ്മുടെ വിപണികളും പിന്നെ ഗ്യാസ് വർക്കുകൾ, വിപണികളെ, മേളകള്, സത്രം സൂക്ഷിപ്പുകാരൻ, പിന്നെ ചരക്കുകളുടെ ഉൽപാദനവും വിതരണവും, ടോളൊക്കെ എവിടെ വരുന്നതാണ്? സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. പന്തയം എവിടെയാ? സ്റ്റേറ്റ് ലിസ്റ്റിലാണ്. ലോട്ടറി എവിടെയാ? യൂണിയൻ ലിസ്റ്റിലാണ്. പിന്നെ ബോയിലർ, ഫാക്ടറികൾ കൺകറന്റ് ലിസ്റ്റിലാണ്. സ്വത്ത് ഏറ്റെടുക്കലും സ്വത്ത് ആവശ്യപ്പെടലും, വിവാഹവും വിവാഹമോചനവും, ഇലക്ട്രിസിറ്റി, ഇവിടേക്ക് ഏതാണ്? ഇതൊക്കെ കൺകറന്റ് ലിസ്റ്റിലാണ് വരുന്നത്. ട്രസ്റ്റുകൾ, ഇത് ഇമ്പോർട്ടൻ്റ് ആ. വർത്തമാന പത്രങ്ങൾ, പുസ്തകങ്ങൾ, അച്ചടി പ്രസ്സുകൾ, അതുപോലെ ട്രേഡ് യൂണിയനുകൾ വരുന്നത് ഏതിലാണ്? കൺകറന്റ് ലിസ്റ്റിലാണ് വരുന്നത്. ഓക്കെ, ഇനി ഐക്യരാഷ്ട്ര സംഘടന ഏതാണ്? യൂണിയൻ ലിസ്റ്റ് ആണ്. വിദേശ വായ്പ, മേജർ പോർട്സ്, കുറച്ച് അധികം പ്രാധാന്യം വരുന്ന വിഷയങ്ങൾ യൂണിയൻ ലിസ്റ്റിലല്ലേ വരുന്നത്. മേജർ പോർട്സ്, പിന്നെ വിദേശ വായ്പകൾ, ഐക്യരാഷ്ട്ര സംഘടനയൊക്കെ യൂണിയൻ ലിസ്റ്റിലാണ് വരുന്നത്. മൈനർ പോർട്സ് പക്ഷേ കൺകറന്റ് ലിസ്റ്റിലാണ്. അപ്പോൾ അത് ഓർത്തോളണം. മേജർ പോർട്സ് ഒക്കെ വരുന്നത് യൂണിയൻ ലിസ്റ്റ് ആണ്. മൈനർ പോർട്സ് വരുന്നത് കൺകറന്റ് ലിസ്റ്റ് ആണ്. അതുപോലെ ലോട്ടറി വരുന്നത് യൂണിയൻ ലിസ്റ്റ് ആണ്. പന്തയം വരുന്നത് സ്റ്റേറ്റ് ലിസ്റ്റ് ആണ്. ക്രമസമാധാനം വരുന്നത് സ്റ്റേറ്റ് ലിസ്റ്റ് ആണ്. ക്രിമിനൽ നിയമങ്ങൾ വരുന്നത് കൺകറന്റ് ലിസ്റ്റ് ആണ്. പ്ലാനിങ്ങിലെ സാമ്പത്തികവും സാമൂഹികവുമായ പ്ലാനിങ്, ആസൂത്രണം, ജനസംഖ്യാ നിയന്ത്രണം, വിവാഹവും വിവാഹമോചനവും, സ്വത്ത് ഏറ്റെടുക്കൽ, ഇതൊക്കെ എവിടെയാണ്? കൺകറന്റ് ലിസ്റ്റിലാണ് വരുന്നത്. ഓക്കെ, വിഷയങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്നുകൂടെ നോക്കിക്കോ. ഏതൊക്കെയാണ് യൂണിയൻ ലിസ്റ്റിൽ വരുന്നത്? പ്രതിരോധം, വിദേശകാര്യം, റെയിൽവേ, തപാൽ, ടെലിഫോൺ, പോസ്റ്റ് ഓഫീസ്, സേവിങ്സ് ബാങ്ക്, ലോട്ടറി,
പിന്നെ സെൻസസ്, കസ്റ്റംസ് തീരുവ, കോർപ്പറേറ്റ് നികുതി, ഈ ടാക്സ് 3 കസ്റ്റംസ് തീരുവ, കോർപ്പറേറ്റ് നികുതി, വരുമാന നികുതി, പൗരത്വം. പിന്നെ ഉന്നത വിദ്യാഭ്യാസം, ഗവേഷണം, ശാസ്ത്ര സാങ്കേതിക സ്ഥാപനങ്ങൾ, ഇവയുടെ മാനദണ്ഡങ്ങൾ, യുദ്ധവും സമാധാനവും, ബാങ്കിങ്, ഇൻഷുറൻസ്, കറൻസി, റിസർവ് ബാങ്ക്, അതേപോലെ ഐക്യരാഷ്ട്ര സംഘടന, വിദേശ വായ്പ, മേജർ പോർട്സ് ഒക്കെ യൂണിയൻ ലിസ്റ്റ് ആണ്. സ്റ്റേറ്റ് ലിസ്റ്റിൽ ഏതൊക്കെയാണ് വരുന്ന വിഷയങ്ങൾ വരുന്നത്? സ്റ്റേറ്റ് ലിസ്റ്റിലാണ് ക്രമസമാധാനം, പോലീസ്, ജയില്, തദ്ദേശ സ്വയംഭരണം, പൊതുജനാരോഗ്യം, കൃഷി, പന്തയം, കാർഷികാദായ നികുതി, ഭൂനികുതി, കെട്ടിട നികുതി, ഫിഷറീസ്, അതേപോലെ ടോള്, ഗ്യാസ് വർക്കുകൾ, വിപണികളും മേളകളും, സത്രങ്ങളും, സത്രം സൂക്ഷിപ്പുകാര്, ചരക്കുകളുടെ ഉൽപാദനവും വിതരണവും, ഇതിലൊക്കെ സ്റ്റേറ്റ് ലിസ്റ്റിലാണ് വരുന്നത്. ഇനി കൺകറന്റ് ലിസ്റ്റിൽ എന്തൊക്കെയാണ് വരുന്നത്? മൈനർ പോർട്സ് കൺകറന്റ് ലിസ്റ്റിലാണ് വരുന്നത്. അതേപോലെ വർത്തമാന പത്രങ്ങൾ, പുസ്തകങ്ങൾ, അച്ചടി പ്രസ്സുകൾ, ട്രസ്റ്റുകൾ, ബോയിലറുകൾ, വില നിയന്ത്രണം, ജനസംഖ്യാ നിയന്ത്രണവും കുടുംബാസൂത്രണവും, വന്യജീവികളുടെയും പക്ഷികളുടെയും സംരക്ഷണം, വനം, ഇലക്ട്രിസിറ്റി, വിദ്യാഭ്യാസം, ഫാക്ടറികൾ, ക്രിമിനൽ നിയമങ്ങൾ, വിവാഹവും വിവാഹമോചനവും, നീതിന്യായ ഭരണം, സാമ്പത്തികവും സാമൂഹികവുമായ ആസൂത്രണവും ഒക്കെ കൺകറന്റ് ലിസ്റ്റിലാണ്. 2-3 തവണ ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് ക്വസ്റ്റ്യൻ കാണുമ്പോൾ അറിയാൻ പറ്റും ഏതാണ്. സെൻസസ് ഏതാണ്? നിങ്ങൾക്ക് ഒന്ന് പറയാൻ പറ്റുമോ? ഏതാണ് സെൻസസ്? യൂണിയൻ ലിസ്റ്റ് ആണ് അല്ലെ. ഇലക്ട്രിസിറ്റി ഏതാണ് വരുന്നത്? ഇലക്ട്രിസിറ്റി, ക്രിമിനൽ നിയമങ്ങൾ, ഇതൊക്കെ ഏതിൽ വരുന്നത്? ട്രേഡ് യൂണിയനുകൾ, ഇതൊക്കെ കൺകറന്റ് ലിസ്റ്റ് ആണ്. തദ്ദേശ സ്വയംഭരണം കേട്ടാൽ നമുക്കറിയാം ഏത് ലിസ്റ്റാ? സ്റ്റേറ്റ് ലിസ്റ്റ് ആണ് അല്ലെ. പിന്നെ നികുതി വരുമ്പോൾ കാർഷിക നികുതി, അതുപോലെ തന്നെ ഭൂനികുതി, കെട്ടിട നികുതി ഒക്കെ ഏതാണ്? സ്റ്റേറ്റ് ലിസ്റ്റ് ആണ്. അതേസമയം കസ്റ്റംസ് തീരുവ, ഇൻകം ടാക്സ്, കോർപ്പറേറ്റ് ടാക്സ് ഒക്കെ ഏതാണ്? യൂണിയൻ ലിസ്റ്റ് ആണ്. വിദ്യാഭ്യാസം, വനം, നീതിന്യായ ഭരണം, വന്യമൃഗങ്ങളുടെയും പശുക്കളുടെയും സംരക്ഷണം, അളവ് തൂക്കം, ഇതൊക്കെ എന്തിൽ വരുന്നതാണ്? കൺകറന്റ് ലിസ്റ്റിൽ വരുന്നതാണ്. ഇങ്ങനെ 2-3 തവണ ഒന്ന് മറിച്ച് തിരിച്ചൊക്കെ പറയുമ്പോൾ നമുക്കതങ്ങ് സെറ്റ് ആയിക്കോളും. ഓക്കെ, ഇതൊക്കെയാണ് ലിസ്റ്റിൽ വരുന്നത്. ഇന്ത്യൻ ഭരണഘടനയിൽ കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുന്ന ഈ ഒരു ആശയം നമ്മൾ എടുത്തിട്ടുള്ളത് ഓസ്ട്രേലിയയുടെ ഭരണഘടനയിൽ നിന്നാണ്. പ്രത്യേകം ശ്രദ്ധിച്ചോളാം. കൺകറന്റ് എന്ന് പറയുമ്പോഴേ, എന്ന് പറയുമ്പോൾ കൺകറന്റ്, കങ്കാരുവിനെ ഓർത്താൽ മതി. കങ്കാരു ഓസ്ട്രേലിയയിലല്ലേ ഉള്ളത്. അപ്പൊ കൺകറന്റ് ലിസ്റ്റ് ഓസ്ട്രേലിയയിൽ നിന്നാണ് എടുത്തതെന്ന് ഓർക്കുക. അതുപോലെ റെസിഡ്യൂറി പവേഴ്സ് നമ്മൾ പറഞ്ഞില്ലേ, 3 ലിസ്റ്റിൽ ഉൾപ്പെടാത്ത വിഷയങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പാർലമെന്റ് ആണ് നിയമനിർമ്മാണം നടത്തുന്നത്. ഈ ഒരു അധികാരമാണ് റെസിഡ്യൂറി പവേഴ്സ് അഥവാ അവശിഷ്ട അധികാരം എന്ന് പറഞ്ഞു. ഈ അവശിഷ്ട അധികാരം എടുത്തിട്ടുള്ള എവിടെ നിന്നാണെന്നറിയോ? കാനഡയുടെ ഭരണഘടനയിൽ നിന്നാണ്. അത് നിങ്ങളിങ്ങനെ ഓർത്താൽ മതി. കാനയിലല്ലേ അവശിഷ്ടങ്ങളൊക്കെ സാധാരണ കാണുക. അപ്പൊ അവശിഷ്ട അധികാരം എന്ന് പറയുമ്പോൾ തന്നെ ഓർത്തോളണം, അവശിഷ്ടം എവിടെയാ? കാനയിലാണ്. അപ്പൊ നിങ്ങൾക്ക് കാനഡ എന്ന് കണക്ട് ചെയ്യാൻ പറ്റും. കൺകറന്റ് എന്ന് പറയുമ്പോൾ കൺകറന്റ്, കങ്കാരു, ഓസ്ട്രേലിയ എന്ന് കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പൊ ഈ രണ്ടും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് ഇത് രണ്ടും. ഓക്കെ, അപ്പൊ ഇത്രയാണ് ലിസ്റ്റുകളെ പറ്റി നമുക്ക് പഠിക്കേണ്ടതുള്ളത്. ലിസ്റ്റുകൾ 3 ടൈപ്പാണ് ഉള്ളത്. പാർട്ട് 7 246 248 ആർട്ടിക്കിൾ റെസിഡ്യൂറി പവേഴ്സ് ആണ് പറയുന്നത്. ഓരോ ലിസ്റ്റിനും ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ഓരോ ലിസ്റ്റിലും ഉൾക്കൊള്ളുന്ന പ്രധാനപ്പെട്ട വിഷയങ്ങൾ നമ്മൾ അറിയണം. 100 യൂണിയൻ ലിസ്റ്റിലും 61 സ്റ്റേറ്റ് ലിസ്റ്റിലും 52 കൺകറന്റ് ലിസ്റ്റിലുമാണ് ഉള്ളത്. 42ാം ഭേദഗതിയിലൂടെ 5 സ്റ്റേറ്റ് ലിസ്റ്റിൽ നിന്ന് കൺകറന്റ് ലിസ്റ്റ് മാറ്റിയിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്ന് കൃത്യമായിട്ട് അറിയണം. യൂണിയൻ ലിസ്റ്റിൽ പറഞ്ഞിട്ടുള്ള വിഷയങ്ങളിൽ തീരുമാനമൊക്കെ എടുക്കുന്നത് കേന്ദ്ര ഗവൺമെന്റും, സ്റ്റേറ്റ് ലിസ്റ്റിൽ വരുന്നത് സംസ്ഥാന ഗവൺമെന്റും, കൺകറന്റ് ലിസ്റ്റിലാണെങ്കിൽ ഇവർ രണ്ടും കൂടെ ചേർന്നിട്ടാണ്. ഇതിലൊന്നിലും പെടാത്ത റെസിഡ്യൂറി പവേഴ്സ് പാർലമെന്റ് ആണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. ഓക്കെ, പിന്നെ ഈ പറഞ്ഞ വിഷയങ്ങൾ. പിന്നെ കൺകറന്റ് ലിസ്റ്റ് എടുത്തിട്ടുള്ളത് ഓസ്ട്രേലിയയിൽ നിന്നാണ്. അവശിഷ്ട അധികാരങ്ങൾ എടുത്തിട്ടുള്ളത് കാനഡയിൽ നിന്നാണ്. ഇത്രയും കാര്യങ്ങൾ പഠിച്ചാലും നിങ്ങൾക്ക് ഈ ഭാഗത്ത് നിന്ന് പൂർണ്ണമായിട്ടും ആൻസർ ചെയ്യാൻ പറ്റും, ഏത് ചോദ്യം ചോദിച്ചാലും. ഓക്കെ, അപ്പോൾ ലിസ്റ്റുകളുമായിട്ട് ബന്ധപ്പെട്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഒന്നുകൂടെ റിവൈസ് ചെയ്ത് നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ വീണ്ടും കാണാം. നിങ്ങളുടെ സജഷൻസും കമൻസും ഒക്കെ അറിയിക്കുക. വീണ്ടും കാണുന്നവരേക്കും ബൈ. താങ്ക് യു.